ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ടൂട്ടി ഫൂട്ടി ഫാമിലി. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ട്രസ്ലീഷ്യസ് മിൽക്ക് കേക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രസ്ലീഷ്യസ് മിൽക്ക് കേക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ്ലി നമുക്ക് നമ്മുടെ ട്രസ്ലീഷ്യസ് മിൽക്ക് കേക്കിന് വേണ്ടിയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മിൽക്ക് കേക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് 4 eggs, 1 cup sugar, 1 cup plus 2 tablespoon maida, 2 teaspoon baking powder, pinch of salt, few drops of vanilla essence, 1/4 cup oil. ആദ്യമായി നമുക്ക് എഗ്സ് ഒന്ന് ബീറ്റ് ചെയ്യാം. എഗ്സ് നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് ഒന്നും കൂടി ബീറ്റ് ചെയ്യാം. മൈദ ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാം. മൈദ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ആഡ് ചെയ്തിട്ടാണ് ബീറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് സോൾട്ടും ബേക്കിംഗ് പൗഡറും വാനില എസൻസും കൂടി ചേർത്ത് ബീറ്റ് ചെയ്യാം. ലാസ്റ്റായിട്ട് ഓയിലും കൂടി ചേർത്തൊന്ന് ബീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളെ കേക്ക് ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്കിംഗ് ട്രീയിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നമ്മളെ കേക്ക് ഒരു 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 20 to 30 minutes ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ കേക്ക് നല്ല ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയുള്ള സോസ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് 1.5 cup മിൽക്ക്, 1/2 cup ഇവാപൊറേറ്റഡ് മിൽക്ക്, 1/2 cup ഫ്രഷ് ക്രീം, ഒരു ടിന് മിൽക്ക് മെയ്ഡ്. ആദ്യമായി നമുക്കിതിലേക്ക് ഇവാപൊറേറ്റഡ് മിൽക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇനി ഫ്രഷ് ക്രീം ചേർക്കാം. മിൽക്ക് മെയ്ഡും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മളെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത കേക്കിലേക്കൊന്ന് ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കാം. സോസ് ഒഴിക്കുമ്പോൾ കേക്ക് നല്ല സോക്ക് ആവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത സോസ് ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 2 hours ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ 2 to 3 hours ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി വെച്ച മിൽക്ക് കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലാക്കിയിട്ട് നേരത്തെ ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീമും റോസ് പെറ്റൽസും പിസ്താച്ചും കൊണ്ടുവന്ന് ഡെക്കറേറ്റ് ചെയ്യാം.
അങ്ങനെ നമ്മളെ ട്രസ്റ്റ് ലീച്ചസ് മിൽക്ക് കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല യമ്മി റെസിപ്പിയാണിത്. നമ്മളിവിടെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഡ്രൈ റോസ് പെറ്റൽസും പിസ്താച്ചും വെച്ചിട്ടാണ്. കാണുമ്പോൾ തന്നെ നല്ല ചെയ്യില്ലേ? അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മളെ ട്രസ്റ്റ് ലീച്ചസ് മിൽക്ക് കേക്ക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. കീപ് വാച്ചിങ്.